ഇത് ശ്രീകുമാറാണ്. അദ്ദേഹം ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യ കാര്യദർശിയും ട്രസ്റ്റ് അംഗവുമാണ്. അദ്ദേഹത്തിനായിരിക്കും ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് പറയാൻ സാധിക്കുക. എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. പ്രതിഷ്ഠകളെക്കുറിച്ചൊന്ന് അതായത് തുല്യ പ്രാധാന്യമുള്ളതാണ് രാജരാജേശ്വരി അമ്മയും ഭദ്രകാളി അമ്മയും. അവർ രണ്ടുപേരും കഴിഞ്ഞിട്ടുള്ളത് ഗണപതി, ശാസ്താവ്, നാഗർകാവ് മാഡം കണ്ടായിരുന്നു, അതിൻ്റെ ഭംഗി കണ്ടല്ലോ. അപ്പോൾ ഈ പ്രദേശത്തൊന്നും ഇങ്ങനെ ഒരു സാധനം ഇല്ല, ഈ നാഗർകാവ് ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളത് ഗണപതി, ശാസ്താവ് കഴിഞ്ഞാൽ ബ്രഹ്മരക്ഷസ്. ഇവിടെ ഇരിക്കുന്ന ബ്രഹ്മരക്ഷസാണ് ഈ ഭൂമി താമസിച്ചിരുന്ന ബ്രാഹ്മണൻ. അത് കഴിഞ്ഞാലുള്ളത് മന്ത്രമൂർത്തി, മാടൻ തമ്പുരാൻ, ആയിരവല്ലി തമ്പുരാൻ, കരിങ്കാളിയമ്മ, കടുവാമൂർത്തി, കാലാട്ട് തമ്പുരാൻ. ഇവർ 4 പേരും മലവാസികളാണ്. ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള പൂജയും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഉള്ളത് യോഗീശ്വരനും യക്ഷിയമ്മയും. ഇത്രയും ദേവന്മാരാണ് ഇവിടെ ഉള്ളത്. ഈ മാടൻ തമ്പുരാന് അമാവാസി തോറും അമാവാസി പൂജ ചെയ്യാറുണ്ട്. അത് വൈകുന്നേരം അല്ല, രാവിലെയാണ്. അതൊരു ഏകദേശം ഒരു 100-നകത്തുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് വൈകിട്ടായാൽ നമ്മളെ ഈ ദേവീൻ്റെ ചൈതന്യം വർദ്ധിക്കുകയും അത് നമ്മളെ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചൈതന്യം വളരെ ഭംഗിയായിട്ട് പ്രതിഫലിക്കും. അത് നമ്മളെ കൈ ചിലപ്പോൾ നിൽക്കില്ല. അതുകൊണ്ടാണ് അത് രാവിലെ ആക്കുന്നത്. പിന്നുള്ളത് മന്ത്രമൂർത്തിയാണ്. പിന്നെ ബ്രഹ്മരക്ഷസ്. ഈ ആയിരവല്ലി തമ്പുരാനും കരിങ്കാളിയമ്മയും കടുവാമൂർത്തിയും കാലാട്ട് തമ്പുരാന് എല്ലാ ദിവസങ്ങളിലും നമ്മൾ പൂജ കൊടുക്കാറുണ്ട്. ഇന്ന് പൗർണമിക്കുമുണ്ട്. ഈ കാലാട്ട് തമ്പുരാൻ എന്ന് പറയുമ്പോൾ ശരിക്കും അത് വനത്തിനകത്ത് ഇവർ ജീവിച്ച ആൾക്കാരാണ്. അവരൊരു കാലാട്ട് തമ്പുരാൻ എന്ന് പറയുമ്പോൾ ആ കാലാട്ടി ഒരു മല പോലെ, അതായത് ഈ നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു കൂന കൂട്ടി വെച്ചിട്ട് അതിനകത്ത് ഒരു കെട്ട് കെട്ടി ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടല്ലോ, അതിലിരുന്നിട്ട് ഇങ്ങനെ കാലാട്ടും. അതാണ് സങ്കല്പമാണ് കാലാട്ട് തമ്പുരാൻ. പിന്നെ കരിങ്കാളിയമ്മ അത് സാധാരണ ഉള്ള കരിങ്കാളിയമ്മ തന്നെയാണ്. ഉത്സവമുണ്ടോ? അപ്പോൾ ഉത്സവം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കഴിഞ്ഞ മാസമായിരുന്നു ഉത്സവം. മലയാള മാസം? അതെ, മലയാള മാസം തന്നെയാണ്. ചോതി നക്ഷത്രത്തിനാണ് പ്രതിഷ്ഠാ വാർഷികം. അപ്പോൾ അങ്ങനെ 7ാം പ്രതിഷ്ഠാ വാർഷികം കഴിഞ്ഞു. അപ്പോൾ അത് കണ്ട് ഈ ഉത്സവം കഴിഞ്ഞിട്ട് 2-ാം തീയതി ആയിരുന്നു, ഈ മാസം 2-ാം തീയതി ആയിരുന്നു നട തുറന്നത്. നമ്മളിവിടെ മറ്റുള്ള ക്ഷേത്രങ്ങൾ ഉള്ളതുപോലെ എല്ലാ മേജർ ക്ഷേത്രത്തിൽ എന്തൊക്കെ പരിപാടികൾ ഉണ്ടോ, അതായത് ഇനിയിപ്പോൾ 3-ാം തീയതി നിറപുത്തരിയുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത മാസം 12-ാം തീയതി വന്നിട്ട് അമാവാസി, ആയില്യം. നമ്മുടെ ഇവിടെ തന്നെ നമ്മളൊരു ആർട്ടിഫിഷ്യൽ കുളം ഉണ്ടാക്കി വാവുബലി ഇടാറുണ്ട്. അതെവിടെയാ ആർട്ടിഫിഷ്യൽ കുളം ഉള്ളത്? വാഴ നിൽക്കുന്നതിൻ്റെ ഭാഗത്തോട്ട് ഭാഗത്താണ് കുഴി ഉണ്ടാക്കുന്നത് നമ്മൾ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ പോകുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ക്ഷേത്രം, അതിനെ 300 വർഷം മുമ്പ് ആരാധന ഉണ്ടായിരുന്ന സ്ഥലം, അവിടെ ഒരു ക്ഷേത്രം പണിതു. ആ ക്ഷേത്രത്തിനെ ഈ രീതിയിൽ പരിപാലിച്ചു പോകുന്നു. ആ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ, ആ ക്ഷേത്രത്തിൽ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഗദ്ഗതകണ്ഠനാകുന്നു. ശ്രീകുമാർ അദ്ദേഹം തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യക്കാരനാകേണ്ടത് എന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തെളിയിക്കുകയാണ്. എന്തായാലും ഞാൻ പ്രേക്ഷകരോട്, ഇത് കാണുന്ന ഭക്തരായ പ്രേക്ഷകരോട് പറയുകയാണ്, കുന്നുംപുറത്തുള്ള ഈ ക്ഷേത്രത്തിലേക്ക് വരിക. വളരെ നമ്മളെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഒപ്പം നമ്മുടെ ഭക്തി നമുക്കിവിടെ സമർപ്പിക്കുകയുമാവാം. അപ്പോൾ നിങ്ങൾ അടുത്ത പൗർണമിക്കാണെങ്കിൽ അങ്ങനെ, അതല്ല എല്ലാ ദിവസവും രാവിലെ വരെയാണെങ്കിൽ മനോഹരമായ കാഴ്ചകൾക്കൊപ്പം ഭഗവതിയെ നമുക്ക് തൊഴുതു മടങ്ങുകയും ചെയ്യാം.